ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ്. ഇന്ന് എത്ര കത്തിച്ചിട്ടും എൻ്റെ അടുപ്പ് കത്തുന്നില്ല. എങ്ങനെ കൂതി നോക്കിയിട്ടും കത്തിച്ചിട്ടും ഒക്കെ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നേ. അങ്ങനെ എങ്ങനെയൊക്കെയോ കത്തി എന്ന് പറയാലോ. എന്നാലും രാവിലെ എൻ്റെ ഒട്ടുമിക്ക സമയം ഇതിനു വേണ്ടി മാത്രം ഞാൻ ചിലവഴിച്ചു. അതിന് ശേഷമാണ് ഞാൻ കറിക്കുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉപ്പേരിക്കുള്ളതും ഒക്കെ നോക്കിയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ മലയാളികളുടെ സ്വന്തമായിട്ടുള്ള പുട്ടും കടലക്കറിയാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ദേശീയ ഭക്ഷണമാണ് പുട്ടെന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ദിവസം പുട്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് പുട്ടാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കഥകളൊന്നും പറയാത്തതെന്ന്. കഥ പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ പറയാം. എനിക്കിങ്ങനെയുള്ള കഥകളൊക്കെ പറയാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നത് എൻ്റെ അച്ചമ്മയാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ അച്ചമ്മയുടെ അടുത്തേക്ക് പോകും ഈ കഥയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അച്ചമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ കൃഷ്ണൻ്റെയും പരമശിവൻ്റെയും ഒക്കെ കഥകൾ നന്നായിട്ട് പറഞ്ഞുതരും. അച്ചമ്മ കഥ പറയുമ്പോൾ ശൈലി നല്ല വ്യത്യാസമാണ് കേട്ടോ. അത് കഥ മാത്രമായിട്ടല്ല, അതിനു മുമ്പ് ഒരു പാട്ട് പാടി ആ പാട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് കഥകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാറുള്ളത്. അയ്യപ്പൻ്റെ കഥകളും ഉണ്ണിക്കണ്ണൻ്റെ കഥകളും മഹാദേവൻ്റെ കഥകളും പാർവതിയുടെ കഥകളും അങ്ങനെ അങ്ങനെ അച്ചമ്മയുടെ ലിസ്റ്റുള്ള കഥകൾക്ക് ഒരു അവസാനം ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ തിരുവാതിരക്കളിക്കുള്ള പാട്ടൊക്കെ ഞാൻ അച്ചമ്മയുടെ അടുത്തു നിന്നാണ് കേട്ടോ സംഘടിപ്പിക്കാറുള്ളത്. അച്ചമ്മ ചെറുപ്പത്തിൽ തിരുവാതിരയും കുട്ടിക്കളിയും ഒക്കെ നന്നായി കളിക്കുന്ന ഒരാളായിരുന്നു. അച്ചമ്മയ്ക്ക് ഒരുപാട് വയസ്സായിരുന്നിട്ട് പോലും അച്ചമ്മയ്ക്ക് ഈ കഥകളും കവിതകളും, കവിതയല്ല ഈ പാട്ടുകളും ഒക്കെ അച്ചമ്മയ്ക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അതിൽ ചില വരികളൊക്കെ മറക്കും, പക്ഷേ എന്നാലും ഈ കഥയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു. ഈ കുട്ടിക്കാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കഥകൾ കേട്ടത് കൊണ്ടായിരിക്കണം എനിക്ക് ഇങ്ങനെയുള്ള കഥകളും പുരാണങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. കൂടുതൽ അറിയാനും ഞാൻ അത്യാവശ്യത്തിന് സമയം കണ്ടെത്താറുണ്ട്. ഇപ്പോൾ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ പറ്റാത്തത്. ഇനി എന്തായാലും കഥകളുമായിട്ട് ഞാൻ വരാം. ഓക്കെ.